എൻ്റെ കഥ നിങ്ങളടുത്ത് പറയണമെന്നൊരാഗ്രഹം തോന്നി. അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ചിലർക്കെങ്കിലും അതിലെന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയാലോ എന്നൊരു ചിന്ത വന്നു. അപ്പം വിചാരിച്ചു അങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന്. അച്ഛൻ, അമ്മ, അനിയൻ, ഇതായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അല്ല, ഇതാണ് എൻ്റെ ഫാമിലി. ഹാപ്പി ആയിട്ട് ജീവിച്ച് വരുന്നൊരു സിറ്റുവേഷൻ. ആ ഒരു സമയത്ത് അതിൽ നിന്നും ഒരാൾ ഇല്ലാണ്ടാവണ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ചിന്തിക്കാതെ തന്നെ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 2010 അങ്ങനൊരു സംഭവം ഉണ്ടായത്. അതായത് ഞാൻ അന്ന് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ അനിയനാണെങ്കിൽ അന്ന് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയായിരുന്നു. ചെറിയൊരു കുട്ടി. അമ്മ മരിച്ച സമയത്ത് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് കളി ചിരിയൊക്കെ ആയിട്ട് അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, അച്ഛനും ഞാനും അനിയനും മാത്രമായി പോയി എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. ഒരുപാട് കരഞ്ഞു, വരുന്ന ആൾക്കാരൊക്കെ കരഞ്ഞു. പലരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ആ വിഷമമൊന്നും ഉണ്ടാവില്ല. ആ ഒരു കരയുന്ന കുറച്ച് സമയത്തുള്ള ആ വിഷമങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവൂ എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്കൊരിക്കലും ആ ഒരു വേദന നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതായത് 2010 അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2016 ആവാൻ പോവുകയാണ്. 3 വർഷമായിട്ടും എനിക്ക് അത് ആലോചിക്കാതെ ഞാൻ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി ഇപ്പം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ വരെ ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, അത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല, ഒരിക്കലും ഒരു കുറ്റമായിട്ട് പറയല്ല. പക്ഷേ എനിക്ക് വിഷമം വരുന്ന വന്നിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ അമ്മമാർ അവർക്ക് കൊടുക്കുന്നൊരു കെയർ, കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ അനുഭവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അമ്മമാർ പണ്ടത്തിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണാറുണ്ട്. അമ്മ മരിച്ചെങ്കിൽ കൂടെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ അമ്മമാരൊക്കെ, പണ്ട് സാരിയൊക്കെ ചുറ്റി നടന്നിട്ടുള്ള അമ്മമാർ പലരും ഇപ്പം ചുരിദാറൊക്കെ ഇട്ട് നടക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഈ ബ്യൂട്ടി പാർലർ സംഭവങ്ങളൊക്കെ കൂടുതൽ പോകാൻ തുടങ്ങിയിട്ടുള്ളത് ആൾക്കാർ. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ അമ്മേൻ്റെ കൂടെയൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഇരിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ടായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. സംഭവം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ ഒരുപാട് വിഷമം വരുന്ന സിറ്റുവേഷനാണതൊക്കെ. പറയാണ്ടിരിക്കാൻ വയ്യ. ദൈവം തന്നിട്ടുള്ളത് എനിക്ക് അച്ഛൻ എന്നൊരു നിധിനെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വല്ലാത്ത ഒരു മനുഷ്യനാണത്. കാരണം പൈസയുടെ കുറവുകൾ പല സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും
ഒരു അമ്മയില്ലാത്ത പല കാര്യങ്ങളും അച്ഛൻ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതായത് മൂപ്പർക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും മൂപ്പര് ചെയ്ത് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു അച്ഛനെയാണ് പഠിച്ചോൻ എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും വിചാരിക്കാറുണ്ട്, ഐ ആം സോ ബ്ലെസ്ഡ്. കാരണം അച്ഛൻ എന്നൊരു ദൈവമാണ് എനിക്കുള്ളത്. പക്ഷേ അമ്മയില്ലാത്തത് കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ പഠിച്ചതൊരിക്കലും ഒരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചില അമ്മമാരെ മക്കളെ വിട്ടിട്ട് ദുബായിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലും ഒരു കുട്ടിക്ക് കൊടുക്കരുതെന്ന്. കാരണം അത് വെരി ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് ചില സമയത്ത്, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അമ്മമാർ ഒളിച്ചോടി പോകുന്നൊക്കെ ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെ എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു, എന്നാലെങ്കിലും എനിക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അമ്മ ഉണ്ടെന്ന് വിചാരിക്കാമല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. നമ്മളെ സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അമ്മ ഉണ്ടാവുന്ന ഒരു വേദിയിൽ അമ്മയില്ലാണ്ട് നമ്മൾ പോകുന്നൊരവസ്ഥ, അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒരിക്കലും പഠിച്ചവൻ അങ്ങനെയൊന്നും ആർക്കും കൊടുക്കാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. നമ്മളെ ആര് വിളിച്ചില്ലെങ്കിലും അമ്മമാരെപ്പോഴും വിളിച്ചു നോക്കും നമ്മളെ, സുഖമാണോ, എവിടെയാണ്, ഫുഡ് കഴിച്ചോ. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ലൈഫിൽ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലോ എന്ന്. പിന്നെ ചില സമയത്ത് ദൈവം എന്നെ ചില സ്വപ്നങ്ങളിലൂടെ ബ്ലെസ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ സ്വപ്നം കാണുന്ന പല സംഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അമ്മ പെട്ടെന്ന് തിരിച്ചു വന്ന് അസുഖങ്ങളൊക്കെ മാറി എൻ്റെ കൂടെ ഇരിക്കുന്നതും ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഒരുമിച്ച് പോകുന്നതൊക്കെ ഞാൻ സ്വപ്നങ്ങളിലൂടെ കണ്ടിട്ടുള്ള പല സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു പച്ചയായ ഒരു സത്യം ഞാൻ പറയുകയാണെങ്കിൽ, അമ്മയുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കുറേ ആൾക്കാർ. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് സ്നേഹം ഉണ്ടായിട്ടാണോ അതോ സ്നേഹം അവർ അഭിനയിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും വീട്ടിൽ വന്ന് ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഒന്നും അമ്മ മരിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. കാണാറുണ്ട് ചില ഫങ്ഷൻസ് വരുന്ന സമയത്ത്, അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അപ്പം അവരിത് ഒരു സത്യമായിട്ടുള്ള സ്നേഹമാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനത് കെയർ ചെയ്യാറില്ല. കാരണം എനിക്ക് സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹം കൊടുക്കാനും എൻ്റെ അച്ഛനും അനിയനും ഉള്ളിടത്തോളം കാലം ഞാൻ അതിലൊരിക്കലും വിഷമിക്കുന്ന ഒരാളല്ല. ഞാൻ അതിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കെപ്പോഴും എല്ലാ ഫാമിലീസും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, അതായത് അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, അനിയനുണ്ടെങ്കിൽ അനിയൻ, ഇനി നമുക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ ആൾ, ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ബോധരാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്
അതൊരു സത്യമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യമാണത്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കെയർ ചെയ്യുക. അതായത് നമ്മളെ അച്ഛനെയും നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും കെയർ ചെയ്യുക. അവരെ ചീത്തയ്ക്ക് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല സിറ്റുവേഷനിലും അച്ഛനെയും അമ്മയെയും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി തള്ളിയിടുന്ന ആൾക്കാരെ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കുക. അവരെ നിങ്ങൾ വെറുപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് ജന്മം തന്നിട്ടുള്ള ആൾക്കാരാണ്. ഇൻ കേസ് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങൾ, ഞാനിപ്പം എൻ്റെ അച്ഛന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെ ഒരു സമ്മതം കിട്ടാതെ ഞാനത് ചെയ്യാറില്ല. അത് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അച്ഛനോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചോദിച്ചു നോക്കാവുന്നതാണ്. കാരണം ഒരാൾ നഷ്ടമായതുകൊണ്ട് അതിൻ്റെ വേദന എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്കറിയാം എന്താണ് ലൈഫ് എന്നുള്ളത്. സോ എപ്പോഴും നിങ്ങളെ വീട്ടുകാരെ കെയർ ചെയ്യുക. നല്ല പോലെ നിങ്ങൾക്ക് ആവുന്നത് പോലെ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. സോ നമ്മുടെ പാരൻസിനെ നമ്മൾ നല്ല പോലെ കെയർ ചെയ്യുക. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര സ്നേഹം കൊടുക്കുക. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം നമുക്ക് ഈ ലോകത്ത് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്നത്, നമ്മുടെ ലൈഫ് എൻഡിങ് വരെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അവരുടെ കൂടെയുള്ള മെമ്മറീസ് തന്നെയായിരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ് അവർ. സോ അവരെ കെയർ ചെയ്യുക, സ്നേഹിക്കുക. എനിക്കുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വേറെ ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അതെന്നെ അറിയിക്കുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.